ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കറികൾക്ക് രുചിയും മണവും കൂട്ടാനായി നാം കറിവേപ്പില ഉപയോഗിക്കാറുണ്ടല്ലോ. എന്നാൽ നാം കറിവേപ്പിലയെ ശരിക്കും അറിഞ്ഞിട്ടില്ല. ഉപയോഗം കഴിഞ്ഞ കറിവേപ്പില പോലെ എന്ന പ്രയോഗം നാം കേട്ടിരിക്കും. ഇവയ്ക്കുമുപരി നമ്മുടെ തൊടിയിൽ കാണപ്പെടുന്ന ഔഷധ സസ്യമായ കറിവേപ്പിലയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. നമ്മുടെ നിരവധി രോഗങ്ങൾക്ക് പരിഹാരമാണ് കറിവേപ്പില. കറിവേപ്പിലയുടെ പ്രധാന ഔഷധ ഗുണങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. കറിവേപ്പിലയിലെ ബാഷ്പശീലമുള്ള തൈലമാണ് ഇലയ്ക്ക് രുചിപ്രധാനമായ മണം നൽകുന്നത്. ജീവകം എ ഏറ്റവും കൂടുതൽ അടങ്ങിയ ഇലക്കറി ആയതിനാൽ ഇത് നേത്രരോഗങ്ങളെ ശമിപ്പിക്കുന്നു. പ്രധാനമായും കറികൾക്ക് സ്വാദും മണവും നൽകാനാണ് കറിവേപ്പില ഉപയോഗിക്കുന്നത്. എങ്കിലും എണ്ണ കാച്ചി തലയിൽ തേക്കാനും ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണങ്ങൾക്കും വയറു സംബന്ധിയായ അസുഖങ്ങൾക്കും കറിവേപ്പില ഉപയോഗിക്കുന്നു. പാദസൗകര്യത്തിന് പച്ചമഞ്ഞളും കറിവേപ്പിലയും ചേർത്തരച്ച് തുടർച്ചയായി 3 ദിവസം കാലിൽ തേച്ച് പിടിപ്പിക്കുക. തന്മൂലം ഉപ്പൂറ്റി വീണ്ടു കീറുന്നത് മാറിക്കിട്ടും. കറിവേപ്പിലയിട്ട് കാച്ചിയ എണ്ണ തേച്ചാൽ തലമുടി തഴച്ചു വളരുകയും മുടിക്ക് നല്ല കറുപ്പ് നിറം കൈവരുകയും ചെയ്യും. കറിവേപ്പില കുരു ചെറുനാരങ്ങ നീരിൽ അരച്ച് തലയിൽ തേച്ച് അരമണിക്കൂറിന് ശേഷം സ്നാനം ചെയ്യുക. പേൻ, ഈര്, താരൻ എന്നിവ നിശേഷം ഇല്ലാതാകും. തലമുടി കൊഴിച്ചിൽ തടയാൻ കറിവേപ്പില, കറ്റാർ വാഴ, മൈലാഞ്ചി എന്നിവ ചേർത്ത് എണ്ണ കാച്ചി തലയിൽ തേക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിൽ പതിവായി കറിവേപ്പില ഉൾപ്പെടുന്നത് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ജീവകം എ ഏറ്റവും അധികം ഉൾക്കൊള്ളാനുള്ള ഇലക്കറിയാണ് കറിവേപ്പില. അതുകൊണ്ടാണ് കണ്ണ് സംബന്ധമായ അസുഖങ്ങൾക്ക് ഫലപ്രദമായിരിക്കുന്നതും. ദഹനത്തിനും ഉദരത്തിലെ കൃമി നശീകരണത്തിനും ജീവകം എ കൂടുതൽ അടങ്ങിയ കറിവേപ്പില കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ചർമ്മരോഗങ്ങൾ അകലാൻ കറിവേപ്പില അരച്ച് കുഴമ്പാക്കി പുരട്ടിയാൽ മതി. അലർജി സംബന്ധമായ അസുഖങ്ങൾക്ക് ശമനം കൈവരാൻ കറിവേപ്പിലയും മഞ്ഞളും കൂടി അരച്ച് തുടർച്ചയായി 1 മാസത്തോളം രാവിലെ കഴിച്ചാൽ മതി. അരുചി മാറിക്കിട്ടാൻ കറിവേപ്പില അരച്ച് മോരിൽ കലക്കി സേവിക്കുന്നത് ഫലപ്രദമാണ്. കറിവേപ്പില അരച്ച് പൊളിച്ച അടയ്ക്കയോളം വലിപ്പത്തിൽ ഉരുട്ടി കാലത്ത് ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ കൊളസ്ട്രോൾ വർധന മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ശമനം കിട്ടും. പുഴുക്കടി അകലാൻ കറിവേപ്പിലയും മഞ്ഞളും ചേർത്തരച്ചിട്ടാൽ മതി. ഇറച്ചി കഴിച്ചുണ്ടാകുന്ന ദഹനക്കുറവിന് ഇഞ്ചിയും കറിവേപ്പിലയും അരച്ച് മോരിൽ കലക്കി കഴിക്കുക. കറിവേപ്പിലയും മഞ്ഞളും ചേർത്തരച്ച് നെല്ലിക്ക വലുപ്പത്തിൽ കാലത്ത് ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ കാലിലുണ്ടാകുന്ന എക്സിമയ്ക്ക് ശമനം കിട്ടും. ഉദര രോഗങ്ങൾ ശമിക്കാൻ കറിവേപ്പിലയിട്ട് വെന്ത വെള്ളം പതിവായി കുടിക്കുക. ഇത്രയും ഉപകാരിയായ കറിവേപ്പ് ഓരോ വീട്ടിലും വെച്ച് പിടിപ്പിക്കൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വെറൈറ്റി എപ്പിസോഡുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ ചിന്നു. ബൈ.